നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന ആശയം ഫുട്ബോൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു യൂറോപ്യൻ സൂപ്പർ ലീഗ് രൂപീകരിച്ചിരുന്നത്. എന്നാൽ ഫുട്ബോൾ ലോകത്ത് നിന്ന് കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളും ഇതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. റയൽ മാഡ്രിഡ്, FC ബാഴ്സലോണ, യുവന്റസ് എന്നീ 3 ക്ലബ്ബുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു യൂറോപ്യൻ സൂപ്പർ ലീഗിൽ അവശേഷിക്കുന്നത്. യുവേഫയുമായുള്ള നിയമയുദ്ധത്തിൽ സൂപ്പർ ലീഗ് വിജയിച്ചതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പിൻവാങ്ങാൻ ഈ ക്ലബ്ബുകൾ തയ്യാറായിട്ടില്ല. എന്നാൽ ബാഴ്സലോണയോട് ഇതിൽ നിന്നും പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് PSG. ഇക്കാര്യം ബാഴ്സ പ്രസിഡന്റ് ലാപോർട്ടയോട് താൻ നേരിട്ട് പറഞ്ഞു എന്നാണ് PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫി പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റുപ്പിഡ് ഐഡിയ അഥവാ ഈ ഒരു വിഡ്ഢിത്തം ഉപേക്ഷിക്കൂ എന്നാണ് ഖലീഫി ലാപോർട്ടയോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ലാപോർട്ടയോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വിഡ്ഢിത്തം, സൂപ്പർ ലീഗ് എന്ന വിഡ്ഢിത്തം ഉപേക്ഷിക്കാൻ പോകുന്നതെന്ന്. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഉപേക്ഷിക്കുമെന്നുള്ളത്. കാരണം ആ ആശയം ഒട്ടും അടിസ്ഥാനമില്ലാത്തതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൂപ്പർ ലീഗ് ഇവിടെ നിലനിൽക്കില്ല എന്നുള്ള കാര്യം. ഇവിടുത്തെ ഏറ്റവും മികച്ച കോമ്പറ്റീഷൻ അത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആണ്. ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഒക്കെ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോഴും കളിക്കുന്നുണ്ട്. അതിന്റെ കാരണം അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടാണ്. ഇതാണ് PSG പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യുവേഫ ക്ലബ്ബുകളെ അമിതമായി ചൂഷണം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു സൂപ്പർ ലീഗ് എന്ന ആശയം ഉടലെടുത്തിട്ടുള്ളത്. ക്ലബ്ബുകൾക്ക് സാമ്പത്തിക സുസ്ഥിരത ഇത് ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ആരാധകർക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ഇതിന്റെ പ്രവർത്തനം താളം തെറ്റിയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.